തണുത്താ ചിമ്പോ? നല്ല മഴ മഴ കണ്ടോണ്ടിരിക്കുക പക്ഷേ ചിമ്പട്ട ചിമ്പട്ട ചെറുക്കൻ വീഡിയോ പിടിക്കാൻ സമ്മതിക്കണില്ലല്ലോ.
അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ പാചകത്തിൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോസുകളൊക്കെ ചെയ്തിട്ട് നമ്മളിപ്പോൾ കുറച്ചായിട്ടുണ്ട്. നമ്മളിപ്പോൾ വീഡിയോസ് ഇട്ടലും കുറവാണ്. കൂടുതൽ ഞാൻ ചെയ്യുമ്പോൾ വ്ളോഗായിട്ടാണ് ഇവിടുത്തെ നമ്മൾ കാഴ്ചകളൊക്കെ ആയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ കാണിക്കട്ടെ. അപ്പോൾ ഇത് പടവലങ്ങ. നമ്മൾ കഴിഞ്ഞ ദിവസം വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പടവലങ്ങ പറിക്കുന്നത്. നമുക്ക് ആകെ കൂടി ഒരൊറ്റ പടവലങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ. ഈ വർഷം എന്താ നമ്മുടെ പച്ചക്കറികളൊന്നും അത്രയ്ക്ക് നന്നായിട്ട് ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു പച്ചക്കറികളൊക്കെ ആയിരുന്നാലും നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വർഷത്തേക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിലർ പറയാറുണ്ട് അവിടേക്ക് പച്ചക്കറി ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലെ പോലെയല്ല, ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുത്താൽ മതി ഉണ്ടായിക്കോളും എന്ന് പറയാറുണ്ട്. പക്ഷേ നാട്ടിലെ പോലെയല്ല. നാട്ടിലെ പോലെ ഇങ്ങനെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരുവിധം പച്ചക്കറികളൊക്കെ ഉണ്ടായിട്ട് വരുമ്പോഴേക്കും അതുമ്മ എന്തെങ്കിലും പ്രാണികളൊക്കെ വന്നിരുന്നിട്ട് അങ്ങനെ നശിപ്പിച്ച് കളയുമല്ലോ. ഇവിടെ പക്ഷേ അങ്ങനത്തെ ശല്യമില്ല. പക്ഷേ പച്ചക്കറികൾ വെറുതെ നമ്മളോട് നട്ടിട്ട് പോന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളെപ്പോഴും അവരുടെ അടുത്ത് പോയി അതിലേക്കൊന്ന് ചുറ്റി കറങ്ങി ഒന്ന് നടന്ന് അവരെയൊക്കെ നന്നായിട്ട് നോക്കിയാൽ മാത്രമേ ശരിക്കും പച്ചക്കറി ഉണ്ടാവുള്ളൂ. അത് തന്നെയാണ് ഈ വർഷം നമുക്ക് ഉണ്ടായത്. ഈ വർഷം ഞാൻ ഈ കാറ്ററിങ്ങിൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പച്ചക്കറികളുടെ അടുത്തേക്ക് പോകാറുണ്ട്. വീഡിയോ പിടിക്കാനായിരുന്നാലും അല്ലാണ്ടൊക്കെ ആയിരുന്നാലും എപ്പോഴും നമ്മൾ അതിൻ്റെ അടുത്ത് പോകാറുണ്ട്. ഈ വർഷം നമുക്ക് അതുകൊണ്ട് തന്നെ പയറൊക്കെ കഴിഞ്ഞ വർഷം എനിക്ക് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. പുറത്ത് വന്നിരിക്കണേ വെയിലില്ല ഇവിടെ, പക്ഷെ അത്യാവശ്യം നല്ല ചൂടെടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പുണ്ട്. നേരം വെളുക്കുമ്പോഴേക്ക് നല്ലൊരു ഊട്ടിയിലെ ഒരു വെതറാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ വെയിലിന് നല്ല ചൂടുണ്ട് ഇപ്പോഴും. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് ഈ കുറേ പയറുണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസ് ചെയ്ത് വയ്ക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം നമുക്ക് അതിന് പയറൊന്നും ഉണ്ടായില്ല. ഒന്നാമത്തേന് അതിൻ്റെ ഇലക്കൊക്കെ ഒരു തരം ഇലയമൊക്കെ ഒരു തരം കേട് പോലെയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു തരം ഇലയമ എന്താ പറയുക, ഒരു ഫിനിഷിങ് അല്ലാണ്ട് ഇങ്ങനെ ഇല ഇങ്ങനെ നിറച്ചിങ്ങനെ ഒരു ബബിൾസൊക്കെ ഇങ്ങനെ പോലെയൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കണ്ടമാനം കിളികൾ വരുന്നുണ്ടെന്നില്ലേ, കിളികളാണോ എന്ന് അറിഞ്ഞൂടാ. നമ്മുടെ ഈ പയറൊക്കെ ഒക്കെ അവർ ആദ്യം ഉണ്ടായിരുന്ന ട്രിപ്പൊക്കെ എല്ലാവരും അവർ കൊത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പയറിൻ്റെ ആ അരിയൊക്കെ എടുത്തിട്ട് പയറൊക്കെ എടുത്തിട്ട് ഒക്കെ താഴെ കൊത്തിയിട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് നേരത്തിനൊക്കെ ചെന്ന് പറിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ഒരുപാട് വലിയ പച്ചക്കറിയൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ അവിടെ നമ്മൾ അതൊരു തൈയുള്ളൂ പയറിൻ്റെ. കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ കോഴിക്കോടിൻ്റെ അവിടേക്കാണ് മുകളിലേക്കാണ് പടർന്ന് കയറി പോയിട്ട് അതും ഇപ്പം ഉണ്ടായി വരണുള്ളൂ കേട്ടോ. നാളൊരു ദിവസം കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷെ അതുമ്പോൾ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അത് നമ്മളിപ്പോൾ എപ്പോഴും നമ്മളുടെ അടുത്തുള്ള നമ്മളിപ്പോൾ എപ്പോഴും കോഴിക്കോടിൻ്റെ അവിടേക്കൊക്കെ പോകുമ്പോൾ അതിലൊന്ന് തുടരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതുമ്പോൾ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നിലേക്ക് നമ്മൾ അത്രയ്ക്ക് അങ്ങനെ അധികം ഒന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് ഉണ്ടായില്ല. പിന്നെ പൂക്കളൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളെന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചല്ലോ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇത് പടവലങ്ങയും പിന്നെ കൊഞ്ചും കൂടിയിട്ട് ചേർത്തിട്ട് തീയൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. പടവലങ്ങയും കൊഞ്ചും കൂടിയിട്ട് തീയൽ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നോക്കി കഴിയുമ്പോൾ എൻ്റെ അടുത്ത് കൊഞ്ചൂടെ ഓൾറെഡി വാങ്ങിച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പടവലങ്ങയും കിട്ടി. അപ്പോൾ ഞാൻ ആ കറി ഞാൻ അങ്ങനെ അധികം വെക്കാറൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പടവലങ്ങ ഞാൻ കഴുകി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ കട്ട് ചെയ്തിട്ട് ഇനി കഴുകാനില്ല കേട്ടോ. അതെ, അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിയാൻ്റെ 9 വർഷം എന്നാണ് നമുക്ക് പടവലങ്ങ ഉണ്ടായിട്ട് ഭയങ്കര വലിയ പടവലങ്ങയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളതിനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഈ വർഷം എനിക്ക് എന്താ പറ്റിയാന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ ആ തോട്ടത്തിൽ നമ്മൾ പുല്ല് വരാണ്ടിരിക്കാൻ വേണ്ടി ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അത് ഷീറ്റ് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. വളങ്ങളായിട്ട് നമ്മളെപ്പോഴും ഇട്ട് കൊടുക്കുന്നത് ഈ നമ്മുടെ ഈ കോഴികളുണ്ടല്ലോ. അപ്പോൾ ഈ കോഴിക്കാട്ടൊക്കെയാണ് നമ്മൾ അവിടെ മണ്ണിലേക്ക് ഇട്ടിട്ട് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഈ ഷീറ്റ് ഇട്ടേക്കണത് കൊണ്ട് തന്നെ നമുക്ക് അതൊന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ വളത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. കാരണം പാവലൊന്നും വെച്ചിട്ട് അത് പൊന്തിയിട്ട് പോലുമില്ല. അങ്ങനെ തന്നെ ഇരിക്കുക. അത് വളത്തിൻ്റെ കുറവ് തന്നെയാണ്. അടുത്ത വർഷം ഞാൻ എന്തായിരുന്നാലും ഞാൻ കോൾ സെൻ്റർ എടുത്താണ് പറഞ്ഞിട്ടുണ്ട്. ഷീറ്റ് നമ്മളെന്തായിരുന്നാലും ഷീറ്റ് പൊന്തിക്കാൻ അത്രയ്ക്ക് പാടില്ല. കാരണം വലിയ വലിയ പീസായിട്ടുള്ള ഷീറ്റായിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിനെ പൊന്തിച്ചിട്ട് നമ്മുടെ ഈ കോഴിക്കൂടൊക്കെ ക്ലീൻ ചെയ്യണം, അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറ്. അതൊക്കെ ഇട്ടിട്ട് മണ്ണിനെ ഒന്നുകൂടി ഇളക്കിയിട്ട് നമ്മൾ അടുത്ത വർഷം ഒന്നുകൂടി നന്നായിട്ട് ഉണ്ടാക്കുക. ഈ വർഷത്തെ പടവലങ്ങ നമുക്ക് ഒരെണ്ണെങ്കിലും ഉണ്ടാക്കി കിട്ടിയത് നന്നായി. ആദ്യം കഴിഞ്ഞതിൻ്റെ 9 വർഷം കഴിഞ്ഞ വർഷം എനിക്ക് പടവലങ്ങ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നും. കഴിഞ്ഞതിൻ്റെ 9 വർഷവും അതിൻ്റെ 9 വർഷമൊക്കെ എനിക്ക് എന്തോരം പടവലങ്ങയും എന്തോരം ഇതുണ്ടായിട്ടുണ്ടായിരുന്നേ. എന്ത് സാധനമാണ് നമ്മുടെ ഈ പാവയ്ക്ക. ഈ വർഷം ഒറ്റ പാവയ്ക്ക ഉണ്ടായില്ല. ആദ്യമേന്ന് എനിക്ക് 2 കുഞ്ഞിത് കിട്ടി, ഇങ്ങനെ മുരട്ടിച്ച് നിൽക്കണം പോലത്തെ. പിന്നെ ഗ്രീൻ ഹൗസിൽ ഒരെണ്ണം ഞാൻ നട്ടതല്ല, അത് അവിടെ കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായില്ല. അവിടെ വിത്ത് കിടന്നിട്ട് ഒരെണ്ണം മുളച്ചിട്ട് പോന്നിട്ടുണ്ട്.
അതുമെന്ന് എനിക്കൊരു 3-4 കിട്ടി. അത്രയേ ഉള്ളൂ സാധനങ്ങളൊക്കെ, വേറെ ഒന്നും ഉണ്ടായില്ല. അയ്യോ ഇത് ഇവിടെ ഇട്ടു. അങ്ങനെയാണ് മാറ്റിയിടാം. അത് നനവുണ്ടേ, അത് അധികം കുരു പൂത്തട്ടുണ്ടായിരുന്നില്ല. കുരു മാറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാലും പിന്നെ നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പടവലിങ്ങനെ ഞാനൊന്ന് കുറച്ച് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടാ. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. പിള്ളേർക്ക് സ്കൂള് തുടങ്ങിയിട്ടില്ല കേട്ടാ. പക്ഷെ നീന അവിടെ ഇല്ല. നീനൊന്ന് സ്കൂളിൽ പോയിക്കാം. അപ്പോൾ സ്കൂളിൽ എന്തോ പരിപാടി ഉണ്ടായതിന് വേണ്ടിയിട്ട് അവിടെ പോയി. പിന്നെ പോൾസേട്ടനാന്ന് വെച്ചാൽ ഓഫീസിൽ പോയിക്കാം. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ നമ്മുടെ ആസ്പിൻ കൂട്ടനും ചിമ്പും. ആസ്പിൻ അവിടെ അകത്ത് കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട്. ചിമ്പും ഇവിടെ എവിടെയെങ്ങാണ്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ചിമ്പു സാധാരണ പകൽ കിടന്ന് ഉറങ്ങാറുള്ളത് നമ്മുടെ കോഴിക്കോടിൻ്റെ അവിടെ സൈഡിൽ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാറ്. ഇപ്പോൾ ആൾ വലുതായില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവിടെ കിടക്കുന്നില്ല. 2-3 ദിവസമായിട്ട് ഞാൻ 2 ദിവസമല്ല, ഒരു 2 ആഴ്ച ആവാറായിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവനെ കാണാനില്ല. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ എങ്ങാണ്ടെന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്നിട്ട് ഇന്നലെ ഞാൻ അവനെ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇവനെ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ 2-3 പ്രാവശ്യം ഇന്ന് വിളിച്ചിട്ട് ആൾ വന്നില്ല. പിന്നെ ഞാനിവിടെ എന്തോ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഫ്രണ്ടിൽ നിന്ന് ഓടി വരുന്നുണ്ടായിരുന്നു. എനിക്കാണ് അവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അവിടെ എങ്ങാണ്ട് ആൾ കിടന്നുറങ്ങണേ. ഇന്ന് ഞാൻ എന്തായിരുന്നാലും അവനെ അവിടെ കിടന്നുറങ്ങണേന്നുള്ളത് കണ്ടുപിടിക്കുന്നുണ്ട്. കാരണം അവിടെ ഫ്രണ്ടിൽ പോയി എന്നിട്ട് വിളിക്കണം. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇത് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. പടവലങ്ങ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ കഴുകണില്ല, കഴുകേണ്ട ആവശ്യമില്ല. അപ്പം എന്നെ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഇതിൻ്റെ പുറത്ത് എന്താ നിങ്ങളെന്താ ഇങ്ങനെ ചുരണ്ടി കളയാണ്ടിരുന്നതെന്ന്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ. പിന്നെ ഇതിന് പുറത്ത് ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും കണ്ടുമില്ല ചുരണ്ടി കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കളയാണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഇതിൻ്റെ അടിയിൽ അപ്പോൾ ഈ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് ഞാൻ മല്ലി ആട്ടാ ചേർത്തിട്ട്. ഇത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽ മുളക്. ഓക്കെ, അപ്പോൾ നമ്മുടെ മല്ലി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി തേങ്ങ ചേർക്കട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. അല്ലെങ്കിൽ സാധാരണ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ തീയലിന് തേങ്ങ വറുക്കുമ്പോൾ എന്ന് പറയാറുണ്ട്. ഈ തേങ്ങയെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയും തേങ്ങയെന്ന് ഓയിൽ വരുമല്ലോ, അങ്ങനെ ഓയിലിൽ തന്നെ ശരിക്കും തീയലിൽ വറുത്തിട്ടുണ്ട്. അത് നല്ല കൂട്ട നല്ല കൊപ്ര പോലെ തേങ്ങ ഉണ്ടല്ലോ, അങ്ങനത്തെ തേങ്ങയാണ് ശരിക്കും തീയൽ വെക്കാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പോഴാണ് ആ തേങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടേ നല്ല രുചി ഉണ്ടാവുക. ഇവിടെ നമുക്ക് അങ്ങനത്തെ തേങ്ങ കിട്ടാത്തതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ടാണ് തേങ്ങ വറുത്തിട്ടിരുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങ ഇതാ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ചേർക്കാം. പിന്നെ ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മൾ ഓൾറെഡി ചേർത്തേക്കുന്നുള്ളൂ. നമ്മൾ മുഴുവനായിട്ടാണ് മുളകും ചേർത്തിട്ടുണ്ട്, പിന്നെ മല്ലിയും ചേർത്തിട്ടുണ്ട്. ഞാൻ മഞ്ഞളും കൂടിയിട്ട് അത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ വെക്കും. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൺചട്ടിയിൽ വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടാവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് നമുക്ക് ശരിക്കും കറിയിലേക്ക് നമുക്ക് നമ്മുടെ ചുവന്നുള്ളി ഉണ്ടല്ലോ, ചുവന്നുള്ളി ചേർത്താലും ശരിക്കും ടേസ്റ്റ് കിട്ടുക. പക്ഷെ ഞാനിവിടെ സവോളയാണ് ചേർത്തത്. പക്ഷേ എനിക്കിവിടെ കുഞ്ഞ സവോള കിട്ടിയിട്ടുണ്ട്. ശരിക്കും ആ കുഞ്ഞുള്ളി ശരിക്കും ചേർക്കാം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിവിടെ അങ്ങനെ കുഞ്ഞുള്ളി നമുക്കങ്ങനെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സവോള. പക്ഷെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ചെറുതാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് കടുക് പൊട്ടിക്കട്ടെ. ഇതിലേക്ക് നമ്മൾ വേറെ വറവൊന്നും ഇടണമെന്നില്ല. ലാസ്റ്റ് നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. കടുക് പിന്നെ സവോളയ്ക്ക് വേറെ കുഞ്ഞുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുള്ളി ചേർക്കാം. അത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളിക്ക് അതിന് അത്യാവശ്യം നന്നായിട്ട് ചേർക്കാം. അതിങ്ങനെ ഒരുപാട് ഇങ്ങനെ നെരുതന്നെ കട്ട് ചെയ്യണ്ട. ഒരു
ചുവന്നുള്ളി ചെറിയ ടൈപ്പ് ചുവന്നുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി. കാരണം ഇത് നമ്മൾ ഈ പടവലങ്ങ എല്ലാം കൂടിയിട്ടിട്ട് നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ അതിൻ്റെ കൂടെ കിടന്നിട്ട് ആ കുഞ്ഞുള്ളി നന്നായിട്ട് ഇങ്ങനെ വളർന്ന് വരും. അപ്പോൾ ഒരുപാട് അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പടവലങ്ങ ചേർക്കട്ടെ. പിന്നെ അടുത്തത് ചേർക്കുന്നത് നമ്മുടെ കൊഞ്ചാട്ടാ ചേർക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പം ഇത് വേവണ സമയമുണ്ട്. ഞാനിവിടെ പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാം. നമ്മുടെ ആസ്മി കൂടെ ഇപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചിമ്പുനെ എന്തായിരുന്നാലും വൈകുന്നേരമായിട്ട് നോക്കിയാൽ മതി. ആള് എവിടെയോ കിടന്നിട്ട് നല്ല കുറുകം വലിച്ചിട്ട് നല്ല ഉറക്കാം. അപ്പോൾ നമ്മുടെ കറി വേവണ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ഗ്രീൻ ഹൗസിൽ പോയിട്ട് നമ്മുടെ ക്യാൻഡിലോപ്പ് ഞാൻ എന്താ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ്. അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് സാധാരണ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആർക്കും പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ ഏതാണ്ട് AC റൂമിലേക്ക് കയറണ പോലെയായിരുന്നു. ഒരു സെക്കൻഡ് അവിടെ നിന്നുള്ളൂ. ഞാൻ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3 ഞാൻ വേറെ പറിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. നല്ല പാകമാകുമ്പോഴുണ്ടല്ലോ ഇതേപോലെ ഇങ്ങനെ ഒരു ലൈറ്റായിട്ട് ഒരു മഞ്ഞ കളറ് ചെറുതായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഈ പുറത്തെ ഈ തൊണ്ടുണ്ടല്ലോ, തോല തൊണ്ട, നിങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ അത് നമ്മൾ കടയിൽ നിന്ന് നേരെ ഇരിക്കാത്തത് കടയിൽ നിന്ന് വാങ്ങുമ്പോഴുണ്ടല്ലോ ഇത് നമുക്കിങ്ങനെ ചിലപ്പോൾ ചെത്തുമ്പോൾ അത്രയ്ക്ക് ഇങ്ങനെ സോഫ്റ്റായിട്ട് വരില്ല. ഇത് ശരിക്കും ഫ്രഷ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു. നല്ല ഈസി ആയിട്ട് നമുക്ക് ഇത് പീൽ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്ത് മധുരമാണെന്ന് അറിയാം ശരിക്കും. ഞാനപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കാണിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതിന് ചില സമയത്ത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ മധുരം ഉണ്ടാവാറില്ല എന്ന്. ശരിയാ, നമ്മളിവിടെ കടയിൽ നിന്ന് ചില സമയത്ത് വാങ്ങുമ്പോൾ നല്ല മധുരം ഉണ്ടാവും, ചില സമയത്ത് വാങ്ങുമ്പോൾ അത്രയ്ക്ക് മധുരം ഉണ്ടാവില്ല. പക്ഷേ ഇത് നമ്മൾ എല്ലാം പറിച്ച് ഇപ്പോൾ 2-3 പറിച്ചെന്ന് പറഞ്ഞില്ലേ, എല്ലാത്തിനും നല്ല മധുരമാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലുള്ള വെച്ചേക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഈ മഴയൊന്നും കൊള്ളണില്ലല്ലോ. എനിക്ക് തോന്നുന്നു കൂടുതലും ഫ്രൂട്ട്സുകളുടെ മധുരമൊക്കെ പോണത് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഉള്ളിലേക്ക് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടാന്നുള്ളൂ. പ്രത്യേകിച്ച് സ്ട്രോബെറി അതൊക്കെ ഇൻഡോറിൽ വെച്ചിട്ട് ഉണ്ടാക്കണതിനൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നല്ല മധുരമാണ്. ഇതെനിക്ക് വെറുതെ തന്നെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം പാൽ ഒഴിച്ചിട്ട്, നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ പഞ്ചസാര ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പാൽ ഒഴിച്ചിട്ട് നല്ല തണുത്ത പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ സ്മൂത്തി ആയിട്ട് കുടിക്കില്ലേ, നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടം അത്. നമ്മുടെ കറി അവിടെ നിന്ന് റെഡിയാണ്. നേരിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്ത് ഞാൻ ടേസ്റ്റ് തന്നെ നല്ല മണമുണ്ട് താനും. ഇത് നമ്മുടെ നീനയ്ക്ക് ശരിക്കും കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ് പറിച്ചിട്ട് ചെത്തി ഭയങ്കര മധുരമായിരുന്നു. എന്നിട്ട് ആൾക്ക് ഇഷ്ടമായില്ല. ആൾ പറയണേ ആൾക്ക് എന്ത് മണ വരണേ ഇതിന്. കാരണം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഇത്രയ്ക്ക് മണം നമുക്ക് കിട്ടില്ല. കാരണം ഇതിൻ്റെ കളർ ശരിക്കും ക്യാമറയിൽ ശരിക്കല്ല ഇതിൻ്റെ കളറ്. ക്യാമറയിൽ ഒരു മഞ്ഞ കളർ പോലെ വന്നത്. ഇത് ശരിക്കും നല്ല ഓറഞ്ചിൻ്റെ കളറാണ്. ഞാൻ എൻ്റെ ഫോണിൽ കാണിക്കാം ഇതിൻ്റെ ശരിക്കുള്ള കളർ. ക്യാമറയിൽ ഞാനിവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ വേറെ കളറാണ്. നല്ല ഡാർക്ക് നല്ല ഓറഞ്ചിൻ്റെ കളറുണ്ടല്ലോ, ആ കളറാണ്. ഒന്ന് കഴിച്ചോട്ടെ. മധുരം എന്ന് വെച്ചാൽ പറയാം ഭയങ്കര മധുരം. മണം വരുന്നുണ്ട്. മൂടി വെച്ചിട്ട് പിന്നെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നമ്മുടെ തേങ്ങയുടെ അരപ്പ് അരയ്ക്കാൻ വേണ്ടിയിട്ട് പോയേക്കായിരുന്നു. അവിടെ നിന്ന് നല്ലൊരു സൺലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ സമയം ഉച്ചയ്ക്ക് 2 മണിയായിട്ടുണ്ട്. സൂര്യൻ നേരെ മുകളിലാണ് വന്നതാണ്. പടവലിങ്ങൊക്കെ ഇട്ടപ്പോൾ കുറേ ഉണ്ടായിരുന്നു. ഇപ്പം പടവലിങ്ങൊക്കെ വെന്ത് കഴിയുമ്പോൾ ഒന്നുമില്ല. ചെമ്മീനായിരുന്നാലും വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അധികം
ഇത് ഫ്രഷ് ചെമ്മീനാണ്. ശരിക്കും ഇങ്ങനെ കറിയൊക്കെ വെക്കുമ്പോൾ ഫ്രഷായിട്ടുള്ള ചെമ്മീൻ വെച്ചിട്ട് വെക്കണം. പിന്നെ ഇതുണ്ടല്ലോ വലിയ ഇതായിരുന്നു, വലിയ കൊഞ്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിനെ കുറച്ച് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പ് ചേർക്കണം. പിന്നെ വാളംപുളി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ചാൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ദൈവമേ. ഓക്കെ, എൻ്റെ കാലിൻ്റെ അടിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ഞാൻ തിക്കായിട്ടാണ് അരച്ചത് കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ കറിയിലേക്ക് കുറച്ച് ചാറ് വേണമല്ലോ. അത് നമ്മുടെ കറിയുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം. ഒറ്റയടിക്ക് ഫുള്ളായിട്ട് ചേർക്കണ്ട, ഫസ്റ്റ് കുറച്ച് ചേർക്കാം. കാരണം പുളി ഭയങ്കരമായിട്ട് കൂടിയാലും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് പുളിക്ക് പകരം വേണമെന്ന് വെച്ചാൽ തക്കാളി ചേർക്കാം. ഇതിപ്പോൾ നല്ല കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ അളവായിട്ട് ഉപ്പ് കുറവുണ്ടാവും. കാരണം ഞാൻ അധികം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ടേസ്റ്റ് കാണില്ല. ഇത് ടേസ്റ്റ് ശരിക്കും അടിപൊളി. ഉപ്പോടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഉപ്പ് ഞാനവിടെ കയറ്റി വെച്ചേക്കണം. ഓക്കെ ഓക്കെ, അപ്പം ഇനി ഉപ്പ് ചേർക്കട്ടെ. അടിപൊളി കറി കേട്ടോ, ശരിക്കും നല്ല സൂപ്പർ കറിയാണ്. ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ ഒരു നാടൻ കറികളെന്ന് പറയാം. ഇനി നമ്മൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് മൂടി വയ്ക്കുമ്പോൾ ആദ്യം വരുന്ന തളയിൽ നന്നായിട്ട് പതിഞ്ഞു വരും. ആ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സമയത്താണ് കറി തിളച്ച് പോകാനുള്ള ഏറ്റവും ചാൻസ് കൂടുതൽ. ഇങ്ങനെ നമ്മൾ പടവലങ്ങി ചെമ്മീനൊക്കെ ഇട്ടിട്ട് മൂടി വയ്ക്കുമ്പോൾ അങ്ങനെ തിളച്ച് പോകില്ല. പക്ഷെ നമ്മൾ തേങ്ങയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ തള വരുമ്പോൾ നല്ല പതയുണ്ടാവും. അതിനകത്ത് ചിലപ്പോൾ കറി തിളച്ചു പോകും. ഇത് റെഡി ആവട്ടെ. ഞാൻ അടുപ്പ് വേറൊരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഇവിടെ സിമെൻറ്റിൻ്റെ സ്ഥലമായതുകൊണ്ട് താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണുണ്ടാവും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഉള്ളി താളിച്ചിട്ട് ചേർക്കാം. പക്ഷെ ഞാൻ ഉള്ളി താളിക്കണില്ല, കാരണം നമ്മൾ ഓൾറെഡി തേങ്ങ വറുത്തപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടിയിട്ട് വളർച്ചപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പായിട്ട് ടേസ്റ്റ് കണ്ടേട്ടാ. മറ്റേ ക്യാൻഡലൂപ്പിൻ്റെ മധുരമാണ് വായിൽ നിൽക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് പറയാം. ഇത് ശരിക്കും ചോറ് കൂട്ടിയിട്ട് കഴിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. പിന്നെ എന്താ ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ എടുത്തിട്ട് വെക്കണുണ്ട്, എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. വലിയ ചെമ്മീനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതാണ് നല്ലത്. അടിപൊളി. ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രശ്നമാണ്, നമുക്ക് കുറേ ചോറ് കഴിക്കേണ്ടി വരും. അപ്പം ഞാനൊന്ന് കഴിച്ചോട്ടെടാ. ചോറിന് ചൂടൊന്നുമില്ല, കറിക്ക് നല്ല ചൂടാണ്. നല്ല സൂപ്പർ കറിയാണ്. എന്താ രുചിയാണ് ശരിക്കും. ഇങ്ങനെ ഈ പടവലങ്ങയും കൂടിയിട്ട് ചേർത്തിട്ട് വെക്കണം. നമ്മൾ ചെമ്മീൻ മാത്രം ചേർത്തിട്ട് തീരെ വെക്കാറുണ്ടല്ലോ, പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ആ പടവലങ്ങ ചേർത്തിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ തീയിൽ വെക്കുന്നുണ്ടായിരുന്നു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അത് പടവലങ്ങയുടെ ഒരു മാജിക്കാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഫ്രഷ് ചെമ്മീൻ കഴിയിട്ട് ചെമ്മീനാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഒരു കഷ്ണം ചെമ്മീനും കൂടിയിട്ടുണ്ട്.
ഹസ്ബൻഡ് ഉറക്കം കഴിഞ്ഞാ? ഹസ്ബൻഡ് നോക്കാണോ ചിമ്പുനെ? ചിമ്പു മുകളിലിരിക്കുക. ഇങ്ങോട്ട് ഇറങ്ങാൻ എന്നോട് ചേട്ടൻ പറയണേ, നോക്കണണ്ടില്ലേ അവൻ?